അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മിസ്റ്റർ DIYയിൽ വന്നേക്കുവാണ്. ആലപ്പുഴ ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല, എനിക്ക് കുഞ്ഞു കുഞ്ഞു എസ്തെറ്റിക്സ് ആണ് ഇങ്ങോട്ട് ഭയങ്കര താല്പര്യമാണ്. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. പണ്ട് കെട്ടിച്ച് വിടുന്നതിന് അച്ഛൻ തരുന്ന മറ്റേ സിമന്റ് കമ്പനിയുടെ ഡയറി മേടിച്ച് എഴുതിക്കൊണ്ടിരുന്ന ടീമാണ്. ഇപ്പൊ അതിൽ നിന്ന് മാറി വിലയൊന്നും ഇട്ടിട്ടില്ല. പണ്ട് അച്ഛൻ കൊണ്ടുവരുന്ന ഒരു സിമന്റ് കമ്പനിയുടെ ഡയറി കൊണ്ടുവരുന്ന സിമന്റ് കമ്പനിയുടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ മാറണ്ടേ? ഹാപ്പി ഇത്രയും സാധനം മേടിച്ചില്ലേ, ഇതും കൂടെ പേ ചെയ്യണം. എന്നിട്ട് എല്ലാവരും കണ്ടുപിടിച്ചു അതൊരു ശാപം കിട്ടിയ ചൂണ്ടയാണ്. നമ്മൾ ഞങ്ങൾ പ്രാവശ്യം പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ, അത് ഞാൻ ലോറി ചെയ്തപ്പോ എന്റെ പുറകെ വന്ന ഇവനെ കണ്ടപ്പോ പോയി ഞാൻ എന്തറിയോ മീൻ പുറകെ വന്നേ. ആ ചൂണ്ട കൊണ്ട് മീൻ പിടിക്കാൻ പോയിട്ടില്ലേ, മീൻ വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ നോക്കി ചൂണ്ട ഇങ്ങനെ ഏറിക്കൂടെ പറന്നു പോകുന്നു. ഞാനേ പ്രാവശ്യം മീൻ പിടിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് മോനെ എത്ര വില എന്നൊക്കെ പറയാൻ ഗമയിട്ട് മീനെ പിടിക്കാൻ പോയില്ല. ഞാൻ നേരെ എറിഞ്ഞതും ചൂണ്ട വെള്ളത്തിൽ നടുക്കുകയും. ആ അത്രയല്ലേ ഉള്ളു. 7000 എത്രയാണ്? 7 രൂപ ഞാൻ ചൂണ്ട. ഏകദേശം ഇവിടുത്തെ പർച്ചേസും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റുഡിയോയിലോട്ട് പോകും. സ്റ്റുഡിയോ അല്ല, നമ്മള് ഇപ്പുറത്ത് പോവാ. അതിന്റെ കടയുടെ പേരെന്താ? ആ കട വരുന്ന ജോജി ബീച്ചിൽ മീൻ പിടിക്കാൻ പോവാ. അപ്പൊ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് 2 ഡ്രസ്സ് എടുക്കണമെന്നായിരുന്നു ആദ്യം. ഇതിന്റെ അടുത്ത് നമുക്ക് ഇവിടെ ഓൺവേർഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടെ പോവാം. അടുത്ത കളക്ഷൻസ് കാണാം. കാർഡാണല്ലോ വരയ്ക്കുന്നത്. എവിടെ പോയാലും അല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ പോവാം ഗൈസ്. അത് ഫോണിലുണ്ടാവും. അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കട. പാവം മധ്യവയസ്കനായ യുവാവിനെയാണ് പെൺകുട്ടികളിലൂടെ ഷോപ്പിങ്ങിന് വന്ന് മടിഞ്ഞ് ഒടുങ്ങുന്ന യുവാക്കളുടെ ദൃശ്യങ്ങളാണ്, ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇരിക്കാനായിട്ട് ഒരു തണലില്ലാഞ്ഞിട്ട് വയ്യാത്തവരുടെ കസേര, ഹാൻഡിക്രാഫ്റ്റ് ചെയറിൽ കയറി ഇരിക്കുന്ന, താങ്ങിനും തണലിനുമായിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് കൈ പിടിച്ചിരുന്നിരിക്കുന്ന ഒരു പാവം 21-കാരനായ ഇൻട്രോവേർട്ടായ യുവാവിനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇൻമോട്ടർ ഇങ്ങോട്ട് നോക്ക്, ഇൻമോട്ടർ ഇവിടെ നോക്ക്. ഇതൊന്നും അറിയാതെ ഈ യുവാവിന്റെ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ഷോപ്പിങ്ങിന് നടക്കുന്ന യുവതിനെയാണ് ആ കാണുന്നത്. എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? 3 ആമ്പിള്ളേരെ കൊണ്ടുവന്നിട്ട് പോസ്റ്റാക്കി അങ്ങ് നടക്കും. നമ്മുടെ ഫോണിലോട്ട് പുതിയൊരു സാധനം നമ്മൾ മേടിക്കാൻ പോകണം. അവിടെ ഓൾറെഡി ഒരു ചെറിയ ബുദ്ധനുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഒരു ബുദ്ധൻ, കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ബുദ്ധനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഭയങ്കര നമുക്കത് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ അവിടുന്ന് പുതിയൊരു ഫോണിലോട്ടൊരു സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ബുദ്ധൻ. അപ്പൊ നമുക്കിത് നമ്മളെ ഫൗണ്ടൈൻ്റെ അവിടെ കൊണ്ടുവച്ച് നോക്കാം. ഇപ്പൊ പൊട്ടിക്കും. ഒരാളെത്തിപ്പെടുത്തി കൊതിക്കേണ്ട ജോലി എന്റെ ആരുമില്ല സമയത്ത് ചാടിക്കരിക്കകത്ത് ചാടിക്കരിക്കകത്ത് കുറച്ച് പൊക്കണം അല്ലേ? സാധനം വയ്ക്കാം അവിടെ. ഇവിടെ ബാക്കോട്ട് പോകണ്ടേ? നിനക്ക് ഇവിടെ വന്ന് തിന്നാൻ തരുന്നില്ലേടി? കുറച്ചുകൂടി പൊക്കണം. അല്ല 2 സ്റ്റേക്കൻ്റെ അടുത്ത് താഴെ വെക്കാം. അത് വെക്കണ്ട, വെള്ളം വീഴുന്നില്ലല്ലേ? വെള്ളം വെച്ച് കാണത്തില്ല. ഇച്ചിരി പൊക്കി നമുക്ക് ഒരെണ്ണം വെച്ച് അതിനുണ്ടെന്ന്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫോണിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട കമന്റ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.